അത്രയും മനോഹരമായതാണ് നമ്മുടെ കാപ്പാട് ബീച്ച്. എന്ത് രസമല്ലേ, അയ്യോ കളർഫുൾ അല്ല, എന്തൊരു ഭംഗിയാണ് കാണാൻ. വാവ്, ഇത്രയും മനോഹരമായിട്ട് ഞാൻ ഇതുവരെ ഇങ്ങനൊരു സംഭവം കണ്ടിട്ടില്ല. കണ്ടില്ലേ, ഇത് ഞാൻ ഇപ്പം നിൽക്കുന്നത് കാപ്പാട് ബീച്ചാണ്. നമ്മുടെ കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ സന്ധ്യാസമയമായ കാരണം നമ്മുടെ ആ ഒരു അസ്തമന സമയം കഴിഞ്ഞു. എന്നിട്ടുള്ള ആ ഒരു കളർ എന്താണ്, എനിക്ക് അത്രയും കൗതുകമാണ് തോന്നുന്നത് ഇത് കണ്ടിട്ട്. അപ്പോൾ ഇനി ആഴ്ചയിലൊരിക്കൽ ഞാനിങ്ങനെ ഈ കാപ്പാട് ബീച്ചിലേക്ക് വരുന്നതായിരിക്കും. കാരണം അത്രയും മനോഹരമാണ്. എനിക്ക് വിശ്വസിക്കാൻ, ഞാൻ ആദ്യമായിട്ടാണ് ഈ കാപ്പാട് ബീച്ചിലേക്ക് വരുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യമായിട്ട് വന്ന ഇത്രയും മനോഹരമാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇത്രയും മനോഹരമാണ്, എന്തൊരു ഭംഗിയാണ് ഇത്. തീ കത്തും പോലെ തോന്നുന്നില്ലേ, തീ കത്തും പോലെ. ആ ഡിസൈന് കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഇത് രസമാണ്. അതിമനോഹരമായിട്ടാണ് ഇത്. ഇവിടെ കണ്ട, പ്രകൃതി ഒരുക്കിയിരിക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. ഈശ്വര, വാവ്, കണ്ട. നിങ്ങൾക്കും കാപ്പാട് ബീച്ചിലേക്ക് വരണം തോന്നില്ലേ? എല്ലാവരും വന്നിട്ട് ഈ ഒരു ദൃശ്യം ആസ്വദിക്കണം കേട്ടോ. ഈ ദൃശ്യം അസാധ്യ ദൃശ്യങ്ങളാണ് ഇതെല്ലാം, ആണോ. അപ്പം എല്ലാവരും അടുത്ത ദിവസം തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടോളൂ കേട്ടോ, കാപ്പാട് ബീച്ചിലേക്ക്. കാപ്പാട് ബീച്ച് കാരണം പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നുണ്ട് ഇതിന് നമുക്ക് ഇത്രയും മനോഹരം തോന്നുന്നത് ഇവിടെ വാസ്കോഡി ഗാമ കാലുകുത്തിയ സ്ഥലം കൂടിയാണ് ഈ കാപ്പാട് ബീച്ച്. അതുകൊണ്ടായിരിക്കും, തമാശ കേട്ടോ ഞാൻ പറയുന്നത്, അതുകൊണ്ടായിരിക്കും. അതല്ല, ഇത് നമ്മുടെ പ്രകൃതി നമുക്ക് തരുന്ന ഓരോ ദൃശ്യങ്ങളാണേ.